ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൊട്ടാരത്തിലെ ക്ഷുരകൻ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നിനക്ക് 7 കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ വേണോ? അദ്ദേഹം ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണം. വീണ്ടും ശബ്ദം കേട്ടു, നീ വേഗം വീട്ടിലേക്ക് ചെല്ലുക. അയാൾ ഓടി വീട്ടിലെത്തി. അപ്പോൾ അതാ 7 കുടങ്ങളിരിക്കുന്നു. അദ്ദേഹവും ഭാര്യയും കൂടി കുടങ്ങൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങി. നിറയെ സ്വർണം. എന്നാൽ 6 കുടം നിറയെ സ്വർണം ഉണ്ടായിരുന്നെങ്കിലും 7ാമത്തെ കുടത്തിൽ പകുതി മാത്രമേ സ്വർണം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വലിയ നിരാശയായി. ആ കുടം കൂടി എങ്ങനെയെങ്കിലും നിറയ്ക്കണം. അതിനായി വീട്ടിലുള്ള എല്ലാവരുടെയും സ്വർണം അതിൽ നിക്ഷേപിച്ചു. പക്ഷെ അളവ് കൂടിയില്ല. ഉണ്ടായിരുന്ന പണമെല്ലാം കൊടുത്ത് വീണ്ടും സ്വർണം വാങ്ങിക്കൊണ്ടുവന്നു കുടത്തിലിട്ടു. പക്ഷെ അളവ് മാത്രം കൂടുന്നില്ല. കടുത്ത നിരാശയിലായ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നും ശമ്പളം മുൻകൂർ വാങ്ങിയും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയും ഒക്കെ സ്വർണം വാങ്ങി കുടത്തിലിട്ടു. പക്ഷേ അളവ് മാത്രം കൂടുന്നില്ല. ഊണും ഉറക്കവും നഷ്ടമായ അദ്ദേഹം ആകെ നിരാശനായി. ശരീരമെല്ലാം മെലിഞ്ഞ് രോഗാതുരനായി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. രാജാവ് പറഞ്ഞു, ആ കുടങ്ങളെല്ലാം കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക. അതുമാത്രമേ ഇനി പ്രതിവിധിയുള്ളൂ. മനുഷ്യന്റെ അത്യാഗ്രഹത്തെക്കുറിച്ച് ഇതിൽ നന്നായി പറയുന്ന വേറൊരു കഥയുണ്ടോ എന്ന് സംശയമാണ്. ലൂക്കോസ് 12:16 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു ഉപമ കാണാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ച ഒരു മനുഷ്യനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ദൈവം ചോദിക്കും എന്നതാണ് ഉപമ. ഇന്ന് പല മനുഷ്യരും ഇതുപോലെ അത്യാഗ്രഹത്തോടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. പലരുടെയും വിചാരം ഇങ്ങനെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതാണ്. എന്നാൽ ബാങ്ക് ബാലൻസ് കൂട്ടിക്കൂട്ടി അതിൽ സംതൃപ്തി കണ്ടെത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢന്മാരാണ് എന്നതാണ് വാസ്തവം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായൊരു കഴിവാണ്. വരവനുസരിച്ച് ചെലവഴിക്കുക എന്നതും ആവശ്യത്തിന് സമ്പാദിക്കുക എന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ്. അത്യാഗ്രഹികളായി മാറാതിരിക്കുക. നിക്ഷേപം സമ്പാദിക്കേണ്ടത് സ്വർഗത്തിലാണ്. ഈ ലോക നിക്ഷേപങ്ങളുടെ പിന്നാലെ ഓടുന്നവർ നിത്യമായ രാജ്യത്തിൽ നിക്ഷേപമില്ലാത്തവരായി തീരേണ്ടി വരും. അത്യാഗ്രഹവും ആഗ്രഹവും രണ്ടാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആരുടെ പാത്രം? പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആരുടെ മാത്രം? പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങും പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങും പറന്നു പോകാൻ. ഒരു ജീവിതം മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെയാ ദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെയാ ദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങും പറന്നു പോകാം.